കഥയുടെ തുടക്കത്തിൽ കുറച്ചധികം പിള്ളേരെയാണ് കാണിക്കുന്നത്. അവർ റോഡിലൂടെ നല്ല വേഗതയിൽ സൈക്കിൾ ഓടിപ്പോവാണ്. ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ആഷു ഉണ്ട്. ഈ പിള്ളേരെല്ലാരും കൂടെ ട്രഷർ ഹണ്ടിങ് ചെയ്യാണ്. അങ്ങനെ കുറെ പിള്ളേരാണെങ്കിൽ വഴി തെറ്റി വേറെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വഴിയിൽ ഓരോ തടസ്സങ്ങൾ കാരണം അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ആഷും കൂട്ടുകാരും കൂടെ സൈക്കിൾ ഓട്ടി ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നാലെ തന്നെ വേറെ കുറച്ച് പിള്ളേരൂടെ വന്നിട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ വന്ന് എന്തൊക്കെയോ തപ്പുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുകയാണ്. ആഷിന് ഒരുപാട് വിഷമായി. അവർ ഫസ്റ്റ് വന്നിട്ട് അവർക്ക് ഫസ്റ്റ് തന്നെ ക്ലൂ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എന്നാൽ അവിടെ അന്വേഷിക്കുന്ന പിള്ളേർക്ക്, സ്വിമ്മിംഗ് പൂളിൽ അന്വേഷിക്കുന്ന പിള്ളേർക്ക് ഒരു കാര്യം കിട്ടിയിട്ടില്ല. ആഷിനൊരു കാര്യം മനസ്സിലായി. സ്വിമ്മിംഗ് പൂളിലല്ല ക്ലൂ ഉള്ളത്, പകരം സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ ഒരു ടണലുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരിനെയും വിളിച്ചിട്ട് അതിന്റെ അടിയിലോട്ട് പോവാണ്. പിന്നാലെ തന്നെ ആ പയ്യന്മാരും ഇറങ്ങി വരും. അവർ ആ ടണലിൽ വന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ കുറെ അധികം ലോക്കറുണ്ട്, എല്ലാം പൂട്ടി വെച്ചേക്കാണ്. ഇത് താക്കോല് വെച്ചല്ല തുറക്കുന്നത്, പകരം കോഡാണ്. ഈ കോഡ് എവിടാണെന്ന് അവർ കണ്ടുപിടിക്കണം. ആഷിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവിടെ നിന്ന് ഒരു കോഡ് കണ്ടുപിടിക്കുകയാണ്. അതായത് ഒരു പലകയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് അവൾ കൂട്ടുകാരിക്ക് അവരുടെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർ ലോക്കർ തുറക്കുന്നുണ്ട്, ഇവർക്ക് ട്രഷർ കിട്ടുന്നുണ്ട്. പിന്നെന്താ, ഇവർ ട്രഷർ കണ്ടുപിടിച്ചതിന്റെ വിജയ സമ്മാനം കിട്ടുകയാണ്. എല്ലാവരുടെ മുമ്പിലും ഇവർ തുള്ളി ചാടി കളിക്കുന്നുണ്ട്. ട്രഷർ കണ്ടുപിടിച്ച് ജയിച്ചതല്ലേ. ഈ ആഷിന് ട്രഷർ ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ്. ഇതിനുശേഷം ആഷും അമ്മയും അതുപോലെ തന്നെ ചേട്ടനും കൂടെ വേറൊരു സ്ഥലത്ത് വരുന്നുണ്ട്. ഇവർ ന്യൂയോർക്കിലായിരുന്നു, ഇപ്പൊ ഹവായിലോട്ട് വന്നേക്കാണ്. ആഷിന്റെ അമ്മയുടെ അച്ഛന്, അതായത് ആഷിന്റെ മുത്തശ്ശന് ഹാർട്ട് അറ്റാക്ക് വന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് നോക്കാനായിട്ടാണ് ഇവർ ഹവായിലോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇവരെല്ലാരും കൂടെ മുത്തശ്ശന്റെ വീട്ടിൽ കയറുകയാണ്. ചേട്ടൻ ആഷ് നല്ല രീതിയിൽ അടി ഉണ്ടാക്കുന്നുണ്ട്. ആഷിന്റെ ചേട്ടന്റെ മാത്രമേ ഫോണുള്ളൂ. അപ്പൊ ആ ഫോണിന് ആഷ് പിടിവാശി പിടിക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ കൊടുക്കത്തില്ല. ഇവർ രണ്ടുപേരും കൂടെ അടി കൂടുമ്പോൾ അമ്മയാണ് ഇവരുടെ അടങ്ങിയിരിക്കാനായിട്ട് പറയുന്നത്. പിന്നീട് ഇവരെല്ലാരും കൂടെ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. മുത്തശ്ശനെ കാണണ്ടേ. അങ്ങനെ മുത്തശ്ശനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടന്ന മനുഷ്യനാണെങ്കിൽ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അമ്മ വന്നിട്ട് ചീത്ത പറയാനായിട്ട് തുടങ്ങും. താഴെ ഇറങ്ങും മനുഷ്യ എന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശൻ താഴോട്ടിറങ്ങി വന്നിട്ട് ഇവരെ പരിചയപ്പെടുകയാണ്, അതായത് ആഷിനെയും ചേട്ടനെയും. എന്നിട്ട് അവർക്ക് കഴിക്കാനായിട്ട് എന്തോ ഒരു ഫ്രൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആഷിനും ചേട്ടനും മുത്തശ്ശനോട് വലിയ അടുപ്പമൊന്നുമില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തശ്ശനെ കാണുന്നത്. എന്തായാലും മുത്തശ്ശൻ ഇവരെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ആഷ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നില്ല. കാരണം അവൾ സൈഡിലായിട്ട് എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, ഒരു പഴയ ബസ്. അമ്മയും മുത്തശ്ശനും ചേട്ടനും അവിടെ നിന്ന് പോയ ഉടനെ ആഷ് ആണെങ്കിൽ ആരും അറിയാതെ ആ ബസ്സിന്റെ അടുത്ത് വന്നിട്ട് ആ ബസ്സിനുള്ളിൽ കയറാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഡോറ് പൂട്ടിയിട്ടേക്കാണ്. അതുകൊണ്ട് തന്നെ അവൾ വേറെ ഏതെങ്കിലും വഴി പറ്റുമെന്ന് നോക്കിയിട്ട് ബസ്സിന്റെ പിൻഭാഗത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അതിന്റെ ചില്ല് തകർന്ന് കിടക്കുകയാണ്, അതായത് ഗ്ലാസ് തകർന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുവഴി അവൾ വലിഞ്ഞു കയറുകയാണ്, ബസ്സിനുള്ളിൽ കയറുന്നുണ്ട്. ബസ്സിന്റെ അകത്ത് എന്താണെന്ന് അവൾ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അവസാനം ബസ്സിന്റെ അകത്തൊരു ടേബിൾ ഉണ്ട്. അതിന്റെ ഡ്രോയർ പിടിച്ച് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് അവൾക്കൊരു ബുക്ക് കിട്ടുന്നുണ്ട്. ഒരു ട്രഷർ ഹണ്ടിങ് ബുക്ക്. എവിടോ നിധിയുണ്ട്, അതിനെപ്പറ്റി പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്ക് നോക്കി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ട്രഷർ കിട്ടും. ഇപ്പൊ എവളാണെങ്കിൽ ആ ബുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മുത്തശ്ശൻ ആ ബസ്സിന്റെ അടുത്തോട്ട് വരുന്നത് ഇവള് കാണുന്നത്. ഇവളെന്താ ചെയ്യുന്നത്, ആ ബുക്ക് എടുത്ത് അവളുടെ ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ബസ്സിന്റെ പിൻഭാഗത്തൂടെ എങ്ങനെയൊക്കെ ചാടി മറിഞ്ഞ് താഴെ ചെന്ന് വീഴും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പയ്യനാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട്. അവന്റെ പേര് കാസ്പർ എന്നാണ്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പയ്യനാണ്, അയൽപക്കത്തൊക്കെ ഉള്ള ഒരു പയ്യനാണ്. അവനെ കണ്ടതും ആഷ് ആണെങ്കിൽ അവന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവൻ ചോദിക്കും, നീ കള്ളിയാണോ, മോഷ്ടിക്കാൻ വല്ലതും വന്നയാണെന്ന്. പക്ഷെ അവള് പറയും, ഞാൻ ആ മുത്തശ്ശന്റെ ചെറുമോളാണ്, ചുമ്മാ ബസ് കയറി നോക്കിയതാണെന്ന്. അതുപോലെ തന്നെ എവിടെ ആ ബുക്ക് ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. പക്ഷെ അവൾ അതെടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴായിരിക്കും മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. പക്ഷെ കാസ്പർ മുത്തശ്ശനോട് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മുടെ ആഷിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കാസ്പറിന് കുറച്ചധികം പെറ്റുകളുണ്ട്. ഇപ്പൊ അവന്റെ കൂടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്. ആ പൂച്ചേനെ നമ്മുടെ ആഷ് പരിചയപ്പെടുകയാണ്. അതുപോലെ തന്നെ അവന് വേറൊരു പെറ്റുകൂടെ ഉണ്ടായിരുന്നു, ഒരു പക്ഷി. അത് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ചത്തുപോയി. അതിനെ അവര് മൂന്നുപേരും കൂടെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ്. എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് പ്രത്യേകതരം ദൈവമാണ്, അപ്പൊ പ്രത്യേകതരം ആചാരമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ആഷിന് ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ. അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. പക്ഷെ അവരുടെ സങ്കടം കാരണം അവളും അത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് ആഷ് ആണെങ്കിൽ വീട്ടിൽ വരുന്നുണ്ട്, അതായത് മുത്തശ്ശന്റെ വീട്ടില്. അവിടെ വന്നിട്ട് അവിടുത്തെ ഒരു ടേബിളിൽ നോക്കുമ്പോൾ ആഷിന് അവളുടെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ കിട്ടുന്നുണ്ട്. ഈ അച്ഛനാണെങ്കിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. പിന്നീട് അവരാരും കണ്ടിട്ടില്ല. ഇപ്പൊ ആ ഫോട്ടോ ഒക്കെ നോക്കി ആഷ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അന്ന് രാത്രി ആവുന്ന നേരത്ത് ആഷ് ആണെങ്കിൽ ആരും അറിയാതെ തലയുടെ മുകളിലൂടെ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് ആ ഒരു ബുക്ക് ഇരുന്ന് വായിക്കുകയാണ്. ഏത് ബുക്ക്? അവൾക്ക് ആ ബസ്സിൽ നിന്നൊരു ബുക്ക് കിട്ടിയില്ലേ, ട്രഷർ എവിടാണെന്ന് അറിയാൻ പറ്റുന്ന ഒരു ബുക്ക്. അതിരുന്ന് വായിക്കുകയാണ്. പെട്ടെന്നായിരിക്കും അവളുടെ തലയിലുള്ള ബെഡ്ഷീറ്റ് ആരോ എടുത്ത് മാറ്റുന്നത്. അത് മറ്റാരും അല്ല, അവളുടെ ചേട്ടനാണ്. എന്നിട്ട് ആ ബുക്ക് തട്ടിപ്പറിച്ചിട്ട് അവൻ വായിച്ചു നോക്കും. അവൻ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ നമ്മുടെ ആഷിനെ പറ്റിക്കാനായിട്ട് ഇവിടെ ട്രഷർ ഉണ്ട്, അവിടെ ട്രഷർ ഉണ്ട്, അതുപോലെ ഈ ട്രഷർ എടുക്കാൻ ചെല്ലുന്ന ആൾക്കാരെ പ്രേതങ്ങൾ പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കുകയാണ്. അവൾ നല്ല രീതിയിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ ഇതെല്ലാം തമാശയ്ക്ക് പറഞ്ഞാണ് അവളെ പേടിപ്പിച്ചിട്ട് അവനാണെങ്കിൽ ഒരു സൈഡിൽ പോയിരുന്ന് ഗിത്താർ വായിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ആഷും ചേട്ടനും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് അടുക്കളയിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ പുറത്ത് ആരൊക്കെ വഴക്ക് കൂടുന്നത് പോലെ അവർക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയാനായിട്ട് അവർ രണ്ടുപേരും കൂടെ പോയി മറഞ്ഞു നിന്ന് കേൾക്കും. അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശനും തമ്മിലാണ് വഴക്ക്. ഈ മുത്തശ്ശൻ ഈ വീട് പണയം വെച്ചിട്ടുണ്ട്. ഈ
വീട് എപ്പോൾ വേണമെങ്കിലും ജപ്തി ചെയ്തു പോവാം. ആ ഒരു കാര്യം മുത്തശ്ശൻ അമ്മയോട് പറഞ്ഞില്ല. അമ്മയോട് പറഞ്ഞാൽ എന്തായാലും അമ്മ ആ ഒരു പൈസയൊക്കെ തിരിച്ചടച്ചിട്ട് ഈ വീട് തിരിച്ചെടുക്കത്തില്ലേ. പക്ഷെ അത് പറയാത്തത് കൊണ്ട് തന്നെ അമ്മയും മുത്തശ്ശനും കൂടെ വഴക്കാവുകയാണ്. അമ്മ ദേഷ്യപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ മാറി അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മ ദേഷ്യത്തോടു കൂടി ഇവരോട് വന്ന് പറയാണ് നാളെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന്. ഇവര് മൂന്നുപേരും കൂടെ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പുറത്ത് ആരോ വാതിൽ കൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ചെന്ന് നോക്കുകയാണ്. അത് ഇന്നലെ കണ്ട കാസ്പറാണ്. അവനവന്റെ പൂച്ചേനെയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നേക്കുന്നത് ആഷിനെ കാണാനായിട്ടാണ്. എന്നാൽ ഈ ചേട്ടനാണെങ്കിൽ കാസ്പറിനെ വലിയ കാര്യമൊന്നുമല്ല, നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു പെൺകുട്ടി വരുന്നത്. അത് കാസ്പറിന്റെ ചേട്ടത്തിയാണ്, അതായത് ഹന്നയാണ്. പേര് ഹന്ന എന്നാണ്. ഹന്നേനെ കണ്ടതും അവന് ക്രഷ് അടിക്കുന്നുണ്ട്. അവളെ നോക്കി അങ്ങനെ വായും തുറന്ന് നിൽക്കുകയാണ്. അവൾ അവരുടെ അടുത്ത് വന്നിട്ട് ഇവനോട് സംസാരിക്കും. അവള് വരുമ്പോൾ ഇവൻ നല്ല രീതിയിൽ ഒലിപ്പിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ കാസ്പറിനോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത്. കാസ്പർ ആഷ് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ചേട്ടനാണെങ്കിൽ അവനെ കളിയാക്കും. ഇപ്പൊ നീ ആഷിനെ കണ്ടിട്ട് എന്ത് ചെയ്യാനാണെന്ന്. പക്ഷേ ഇത് ഹന്നയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ഹന്ന പറയും കൊച്ചു പിള്ളേരോടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എവിടാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. ഹന്ന പറഞ്ഞത് കൊണ്ട് തന്നെ ഇവൻ ആ കാസ്പറിന് അവൾ എവിടാണെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ ഹന്നയ്ക്ക് അറിയാം ഇവൻ അവളോട് താല്പര്യമുണ്ട്. അതുമല്ല കൊച്ചു പിള്ളേരോടുള്ള ഇവന്റെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റമൊന്നും കറക്റ്റ് അല്ല, ശരിയല്ല. അവരെയൊക്കെ അപമാനിച്ച് എന്താ പറയാ അങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. എന്തായാലും ഹന്ന എന്തോ കഴിക്കാൻ കൊണ്ടുവന്ന് അവന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവന് അവിടെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആഷ് ആണെങ്കിൽ പാടത്തിരുന്ന് ബുക്ക് വായിക്കുകയാണ്. അവർ ഡയറിയില്ലേ എവിടെയാണ് ട്രഷർ എന്ന് നോക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കാസ്പർ അങ്ങോട്ട് വരുന്നത്. കാസ്പർ പെട്ടെന്ന് വന്നത് കൊണ്ട് തന്നെ ആഷ് പേടിച്ചിട്ട് അവനെ അടിച്ച് താഴെ ഇടും. ഒരാൾ പെട്ടെന്ന് വന്നാൽ പേടിച്ചു പോകത്തില്ലേ. പക്ഷെ ആഷ് ഓടുന്നതിന് പകരം അവനെ അടിച്ച് താഴെ ഇടുകയാണ് ചെയ്തത്. പിന്നീട് അവനോട് ക്ഷമ പറഞ്ഞ് അവനെ എണീപ്പിച്ചിരുത്തി ആ ഒരു ട്രഷർ ഹണ്ടിനെ പറ്റി വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലാണ് ഈ ട്രഷറൊക്കെ ഉള്ളത്. അതായത് ഇവർ താമസിക്കുന്ന ചുറ്റുഭാഗത്ത് എവിടോ ട്രഷർ ഉണ്ട്, അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതിനുള്ള കുറെ ക്ലൂവും ഈ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആ ഡയറി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശൻ വന്ന് നോക്കുമ്പോൾ അയാൾ സൂക്ഷിച്ച് ബസ്സിൽ വെച്ചിരുന്ന ഡയറി ഇവൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നീട് എന്താ മുത്തശ്ശൻ അവളെ വിളിച്ച് വീട്ടിൽ വന്നിട്ട് ഇവളെ ഒരുപാട് ശകാരിക്കും. ആ ഡയറിയും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ മുത്തശ്ശന്റെ ആ ഡയറി തിരിച്ചു വാങ്ങിച്ചിട്ട് അതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്. അത് അവളുടെ അമ്മയുടെയും അച്ഛന്റെയും ഫോട്ടോയാണ്. മുത്തശ്ശനാണെങ്കിൽ ആ ഫോട്ടോ വാങ്ങിച്ച് നോക്കും. ആ ഫോട്ടോയിൽ മുത്തശ്ശന്റെ മോള്, അതായത് ആഷിന്റെ അമ്മ നല്ല സന്തോഷവതിയാണ്. അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ആഷിന്റെ അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇപ്പോ വലിയ സന്തോഷമൊന്നുമില്ല, അവർക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളത് പോലെയാണ്. എന്തായാലും മുത്തശ്ശൻ തൽക്കാലം മുത്തശ്ശന്റെ ദേഷ്യമൊക്കെ മാറ്റി വെക്കുകയാണ്. ആഷിന് ഒരുപാട് ഇഷ്ടമാണ് ഈ ട്രഷർ ഹണ്ടിയൊക്കെ. അത് മുത്തശ്ശൻ അറിയാവുന്നത് കൊണ്ട് തന്നെ എന്റെ കൂടെ വാന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആഷിനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോകും ഈ ട്രഷർ ഹണ്ടിങ്ങിനെയൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കാനേ. അങ്ങനെ നടന്നൊരു സ്ഥലത്ത് വരുമ്പോൾ മുത്തശ്ശന്റെ ഒരു കൂട്ടുകാരനെ കാണുന്നുണ്ട്. മുത്തശ്ശന്റെ കൂട്ടുകാരൻ ഒരു ബോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബോട്ടിൽ കയറിയിട്ടാണ് ഇവരൊരു ഐലൻഡിലോട്ട് പോകാനായിട്ട് പോകുന്നത്. അവിടെയാണ് അടുത്ത ക്ലൂ ഉള്ളത്. അത് കണ്ടുപിടിക്കാനായിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ നമ്മുടെ ആഷിനാണെങ്കിൽ ബോട്ടിൽ കയറാൻ പേടിയുണ്ട്. എന്നാൽ മുത്തശ്ശനാണെങ്കിൽ അവളുടെ പേടിയൊക്കെ മാറ്റിയിട്ട് അവളെയും കൊണ്ട് ബോട്ടിൽ എങ്ങനെ പോവാണ്. അവൾക്ക് ബോട്ട് ഓടിക്കാനും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ നല്ല സന്തോഷപ്പെട്ട് ആ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. ഒരു ഐലൻഡ് ആണ്. ആ ഐലൻഡിൽ ചെന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ക്ലൂ തപ്പാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ചരിത്രം കൂടെ ഉണ്ട്. ഈ മുത്തശ്ശന്റെ പണ്ട് നിധി ഒളിപ്പിച്ചു വെച്ച ആൾക്കാർ ഒരു മാല കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്നല്ലേ, ഇവര് നിധി ഒളിപ്പിച്ചിട്ട് വന്നപ്പോൾ എന്തോ പ്രശ്നമായിട്ട് ഐലൻഡിൽ വന്ന് അടിഞ്ഞു കിടന്നായിരുന്നു. അങ്ങനെ ആ മുത്തശ്ശനാണ് അവരെ ജീവനോടെ രക്ഷിച്ചത്. അങ്ങനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ആ ഒരു മാലയും ഡയറിയും ഇവർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. എന്തിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് നമുക്കറിയത്തില്ല, അത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ആ ഒരു മാല മുത്തശ്ശൻ ആഷിന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മാല വഴി മലമുകളിലോട്ട് നോക്കാനായിട്ട് പറയും. അങ്ങനെ അവൾ ആ മാല വഴി നോക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ക്ലൂ പോലെ മാലയ്ക്കുള്ളിലൂടെ അവൾക്ക് ആ മല കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനർത്ഥം ആ മലയുടെ മുകളിലാണ് ട്രഷർ ഉള്ളത്. ഇപ്പൊ ഇത് അവൾക്ക് മനസ്സിലായി. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട്, ഇനി വേറെ ഏതെങ്കിലും മല ഉണ്ടെങ്കിലോ. അതുകൊണ്ട് തന്നെ അവൾ പതിയെ പാറയുടെ മുകളിലോട്ട് കയറാനായിട്ട് തുടങ്ങും. മുത്തശ്ശൻ ഇത് താഴെ നിന്ന് കാണാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. വേണ്ട പോണ്ട, ഇത് അപകടമാണെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അവൾ കേൾക്കത്തില്ല. ഇവളിങ്ങനെ മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശനും പിന്നാലെ കയറി വരാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ മുത്തശ്ശനാണെങ്കിൽ തെന്നി താഴെ വീഴാണ്. ഇത് കാണുന്ന ആഷാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി ചെല്ലും. കട്ട് ചെയ്താൽ അമ്മേനെയും അതുപോലെ തന്നെ ചേട്ടനെയും കാണിക്കുകയാണെങ്കിൽ ഇവരെന്തോ സാധനം വാങ്ങാനായിട്ട് സിറ്റിയിൽ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അമ്മ കാർ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ചേട്ടനോട് ഒരു കാര്യം പറയുന്നത്. അതായത് ഇവർക്ക് ന്യൂയോർക്കില് വീടുണ്ട്. ആ വീട് വിട്ടിട്ട് ഇവർ ഈ ഹവായിൽ വന്ന് താമസിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ ചേട്ടൻ അത് ഇഷ്ടപ്പെടത്തില്ല. അവിടുത്തെ ജീവിതമൊക്കെ കളഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അമ്മയോട് വഴക്കുണ്ടാക്കും. അമ്മയും തിരിച്ചു വഴക്കുണ്ടാക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മയുടെ ഫോണിലോട്ട് നമ്മുടെ ആഷ് വിളിക്കുന്നത്. മുത്തശ്ശന് വയ്യ, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നീട് എന്താ, അമ്മയൊക്കെ മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ്. മുത്തശ്ശന്റെ ഒരു റിബ് പൊട്ടിയിട്ടുണ്ട്, ഒരു വാരിയിൽ പൊട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് മറിഞ്ഞു നിന്നിട്ടാണ് പൊട്ടിക്കുന്നത്. ആഷും ചേട്ടനും കൂടെ ആകെ വിഷമിച്ച് പുറത്തിരിക്കുകയാണ്. അമ്മ വന്നിട്ട് ആഷിനെ വഴക്ക് പറയും. എന്തിനാണ് വേണ്ടാത്ത പരിപാടിക്ക് രണ്ടും കൂടെ പോയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ആഷിനെയും ചേട്ടനെയും കൂടെ വീട്ടിലോട്ട് പറഞ്ഞു വിടാനായിട്ട് പോവാണ്. മുത്തശ്ശന്റെ കൂടെ ആരെങ്കിലും ബൈസ്റ്റാൻഡർ ആയിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടേ, അത് അമ്മയാണ് നിൽക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ഇവരോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വീട്ടിൽ പോയി നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ചേട്ടനോടും നമ്മുടെ ആഷിനോടും
ചേട്ടനോട്. അതുപോലെ തന്നെ ഈ ആഷിന്റെ വിഷമം കണ്ടിട്ട് ചേട്ടനാണെങ്കിൽ അവളോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ നല്ല കടം കയറി നിൽക്കുകയാണ്, വീടൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുമല്ല അമ്മയാണെങ്കിൽ ഇതിന് പരിഹാരമായിട്ട് പറയുന്നത് നമ്മുടെ ന്യൂയോർക്കിലെ വീടൊക്കെ വിറ്റിട്ട് ഇവിടെ വന്ന് താമസിക്കാന്നാണ്. അങ്ങനെ ആ വിൽക്കുന്ന പൈസ കൊണ്ട് ഈ ഒരു വീടിന്റെ കടമൊക്കെ അടച്ചു തീർക്കാമല്ലോ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവൾക്കും വിഷമാവുന്നുണ്ട്. ന്യൂയോർക്കിലെ വീടൊക്കെ വിൽക്കണമെന്ന് പറയുമ്പോഴേ അന്ന് രാത്രി ആഷ് ആണെങ്കിൽ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. കാസ്പറും അങ്ങോട്ട് വരുന്നുണ്ട്. കാസ്പർ വന്ന് അവളെ സമാധാനപ്പെടുത്താണ്. അവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. അതായത് സ്വന്തം വീട് വിൽക്കാനായിട്ട് പോവാണ്, പിന്നെ മുത്തശ്ശന് വയ്യ. ഇതിനെല്ലാത്തിനും പരിഹാരം എന്താ? ട്രഷർ കണ്ടുപിടിക്കണം. ട്രഷർ കണ്ടുപിടിച്ച് അത് വിൽക്കുവാണെങ്കിൽ നല്ല പൈസ കിട്ടും. അത് കൊണ്ടുവന്ന് ഇവർക്ക് വീട്ടിന്റെ കടമൊക്കെ അടയ്ക്കാം. അതുപോലെ തന്നെ ന്യൂയോർക്കിലെ വീട് വിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കാസ്പറിനോട് നമുക്ക് പോയി ട്രഷർ കണ്ടുപിടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഭയങ്കര ഉത്സാഹമാണ്. നമുക്ക് പോവാന്നാണ് അവൻ പറയുന്നത്. അതുപോലെ തന്നെ അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ മൂക്കിൽ നിന്ന് മൂക്കള വരുന്നുണ്ട്. അത് അവളുടെ ദേഹത്തെല്ലാം ആകുമ്പോൾ നമ്മുടെ കാസ്പർ ആണെങ്കിൽ അവന്റെ ഷർട്ട് ഊരി കൊടുക്കുകയാണ്. അങ്ങനെ അത് വാങ്ങിച്ച് അവൾ തുടയ്ക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും പിള്ളേരല്ലേ. ഈ രണ്ട് പിള്ളേർക്ക് എന്തായാലും ഒറ്റയ്ക്ക് പോയി ട്രഷർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ചേട്ടനോട് വന്ന് സഹായം ചോദിക്കും. പക്ഷെ അവൻ പറയുന്നത് അങ്ങനെ ട്രഷർ ഒന്നുമില്ല, വേണ്ടാത്ത പരിപാടിക്കൊന്നും നിൽക്കേണ്ടെന്നാണ്. പക്ഷേ നമ്മുടെ കാസ്പറും അതുപോലെ തന്നെ ആഷും ഇത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. ചേട്ടൻ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ആരും അറിയാതെ വീട്ടിൽ നിന്ന് ട്രക്കിന്റെ ചാവി അടിച്ചു മാറ്റുന്നുണ്ട്, മുത്തശ്ശന്റെ ട്രക്കിന്റെ ചാവി. എന്നിട്ട് ആ ട്രക്ക് വന്ന് സ്റ്റാർട്ടാക്കുകയാണ്. ഇവർ പോകുന്നത് പകലാണ് കേട്ടോ. ചേട്ടൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇവർ പോകുന്നത്. അതായത് ഒരു രാവിലെ 6 മണി 5:30 ആ സമയമൊക്കെ. ഈ ട്രക്ക് ഓടിക്കുന്നത് നമ്മുടെ ആഷാണ്. ആഷിന് നേരെ പോയി ഓടിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ എങ്ങനെയൊക്കെ ഉരുട്ടിക്കൊണ്ടൊക്കെ പോവാണ്. കുറെ അധികം വണ്ടികൾ ഇവരുടെ പിന്നാലെ വന്ന് അങ്ങനെ കിടക്കുന്നുണ്ട്. ആ വണ്ടികളെ കയറ്റി വിടുന്നതുമില്ല, ഇവർ പോകുന്നതുമില്ല. അങ്ങനെ എങ്ങനെയൊക്കെ ഉരുണ്ടുരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആഷ് കാർ ഒതുക്കുകയാണ്. കാറിൽ നിന്ന് അവർ രണ്ടുപേരും കൂടെ പുറത്തോട്ടിറങ്ങുമ്പോൾ കാസ്പർ നല്ല രീതിയിൽ ഛർദ്ദിക്കുന്നുണ്ട്. ആഷിന് നേരെ വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവൻ ഛർദ്ദിച്ചത്. വണ്ടിയിലിരുന്ന് ഒരുപാട് കുലുങ്ങിയില്ലേ, അതുകൊണ്ടാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ആ ഒരു ഐലൻഡിലൂടെ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. ട്രഷർ ഉള്ള സ്ഥലത്തൂടെ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. നേരത്തെ ഇവർ വേറൊരു ഐലൻഡിൽ പോയില്ലേ, മുത്തശ്ശനും ആഷും കൂടെ. അങ്ങനെ പോകാനായിട്ടുള്ള കാരണം ആ ഒരു ഐലൻഡിൽ പോയാൽ മാത്രമേ ഈ ട്രഷർ ഈ ഐലൻഡിൽ എവിടാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. ആ മാല വഴി നോക്കി കണ്ടുപിടിച്ചില്ലേ, അത് തന്നെ. അപ്പോ ഇവർ നിൽക്കുന്ന ഐലൻഡിൽ തന്നെ ട്രഷർ ഉണ്ട്. അപ്പൊ ഇവർക്ക് എളുപ്പമായി, ബോട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ആ മലയുടെ മുകളിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഇതേ നേരം തന്നെ ചേട്ടനെ കാണിക്കുകയാണെങ്കിൽ അമ്മ ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചേട്ടന്റെ ഫോൺ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലെ ലാൻഡ് ലൈനിൽ വിളിക്കും. ചേട്ടനെ വിളിച്ചിട്ട് വഴക്ക് പറയാണ്. ഇവ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ അമ്മ അങ്ങനെ വഴക്ക് പറയും. അവന്റെ ഫോൺ എവിടെ പോയെന്ന് അവന് അറിയത്തില്ല. എവിടെ പോയെന്നായിരിക്കില്ലേ നമ്മുടെ ആഷ് എടുത്തോണ്ട് പോയിട്ടുണ്ട് അവന്റെ ഫോൺ. അത് അറിഞ്ഞിട്ടുമില്ല. ഇപ്പൊ ആഷിനോട് അമ്മ സംസാരിക്കണമെന്ന് പറയും. എവനും ആ ഒരു ലാൻഡ് ലൈൻ എടുത്തിട്ട് ആഷിന് കൊടുക്കാനായിട്ട് പോകും. പക്ഷേ ഈ ലാൻഡ് ലൈന് നീട്ടം കുറവല്ലേ, അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഫോൺ ഒരു സ്ഥലത്ത് തൂക്കിയിട്ടിട്ട് ആഷിന് അവിടെ എല്ലാം അന്വേഷിക്കുകയാണ്. അപ്പൊ അവളുടെ ബെഡിൽ പോയി നോക്കുമ്പോൾ അതിനകത്ത് അവൾ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ തിരക്കണ്ട, ഞാൻ ട്രഷർ കണ്ടുപിടിക്കാൻ പോയിക്കുകയാണെന്ന്. ഇതൂടെ കാണുമ്പോൾ അവന് ദേഷ്യമാണ് വരുന്നത്. അവൻ തിരിച്ചു വന്ന് ഫോൺ എടുത്തിട്ട് അമ്മയോട് കള്ളം പറയും. ആഷ് ആണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ടുണ്ട്, പിന്നീട് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാന്ന്. അതും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അമ്മയോട് എന്ത് പറയും? എവൻ നോക്കാതെ പിള്ളേർ ഇറങ്ങി ട്രഷർ ഹണ്ടിന് പോയെന്നോ? എവനോട് ആ അനിയത്തിനെയും അതുപോലെ തന്നെ വീടും നോക്കാനായിട്ട് പറഞ്ഞില്ലേ? എവൻ കിടന്നുറങ്ങി. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ തന്നെ എവനെ അമ്മ കണ്ടിക്കും, അല്ലെങ്കിൽ മുറിക്കും. അവനെ എന്തായാലും എടുത്തിട്ട് അലക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവന് പറയാനായിട്ടും പറ്റത്തില്ല. ഇതേ നേരം നമ്മുടെ ആഷും അതുപോലെ തന്നെ കാസ്പറും കൂടെ മലയുടെ അങ്ങോട്ട് നടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങോട്ടൊരു കുതിരക്കാരൻ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ പേടിച്ച് ഒളിഞ്ഞിരിക്കും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാസ്പറിനെ ആ കുതിരക്കാരനെ അറിയാം. അതുപോലെ തന്നെ കാസ്പറിന്റെ ചേച്ചീനെ, അതായത് ഹന്നേനെ ഈ കുതിരക്കാരൻ ഇഷ്ടമാണ്. കുതിരക്കാരൻ എന്ന് പറഞ്ഞാലും അവന് ചെറുപ്പമാണ് കേട്ടോ. അപ്പൊ കാസ്പറിന്റെ ചേച്ചിയല്ലേ, അതുകൊണ്ട് തന്നെ കാസ്പറിനോട് ചെറിയൊരു സ്നേഹം കാണുമല്ലോ. നിങ്ങൾ നടന്നു പോകണ്ട, നിങ്ങൾക്കൊരു വണ്ടി തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആഷിനും അതുപോലെ തന്നെ കാസ്പറിനും ഒരു വണ്ടി കൊടുക്കുകയാണ്. ഈ മരുഭൂമിയിലൊക്കെ ഓടിക്കുന്ന വണ്ടിയില്ലേ, അത് തന്നെ. അങ്ങനെ അതും എടുത്തിട്ട് കാസ്പറും ആഷും കൂടെ മലയുടെ അടുത്ത് ചെല്ലും. വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ മലമുകളിലോട്ട് കയറിപ്പോവും. അതുപോലെ തന്നെ കാസ്പർ കുറെ അധികം സാധനങ്ങൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അവൻ ബാഗ് തുറന്നിട്ട് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ആഷിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ടോർച്ച് ഉണ്ട്, ഡ്രസ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇതുണ്ട്, അതായത് എന്താ പറയാ, മറ്റേ റോപ്പിട്ട് നമ്മൾ എറിഞ്ഞു കളിക്കത്തില്ലേ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു സാധനം കാണുന്നുണ്ട്. പക്ഷേ അവൻ അതെടുത്ത് ബാഗിൽ ഇടാൻ നേരത്ത് അത് താഴെ തെറിച്ചു പോവാണ്. ഇവരറിയുന്നില്ല. എന്തായാലും ഇവർ ആ ഒരു മലയുടെ ഭാഗത്ത് നോക്കുമ്പോൾ മലയുടെ ഒരു സൈഡിലായിട്ട് ഒരു ഗുഹ കാണാം. അതുവഴി ഉള്ളിലോട്ട് പോവാണെങ്കിൽ മലയ്ക്കുള്ളിൽ കയറാം. അതിന്റെ അകത്താണ് ട്രഷർ എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ഗുഹയ്ക്കുള്ളിലോട്ട് കയറി പോവാണ്. ഇതേ നേരം തന്നെ ചേട്ടനാണെങ്കിൽ അവന്റെ ലാപ്ടോപ്പ് എടുത്ത് ഫോണിന്റെ അവസാനത്തെ ലൊക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതേതോ മലമുകളിലാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് എന്താ, അവൻ ഹന്നേനെ ചെന്ന് കണ്ടിട്ട് ഹന്നേനെയും കൊണ്ട് പോവാണ്. ഹന്നയാണ് കാർ ഓട്ടിക്കുന്നത്. കാസ്പറിനെയും അതുപോലെ തന്നെ ആഷിനെയും കാണാനില്ലല്ലോ. അപ്പൊ അവരെ കണ്ടുപിടിക്കണം. ഒറ്റയ്ക്ക് വിട്ടാൽ എന്തെങ്കിലും അപകടം പറ്റും. പിന്നെ ഈ ഹന്നയാണെങ്കിൽ നേരത്തെ ഒരു കുതിരക്കാരനെ കണ്ടില്ലേ, അവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കും ഇതുപോലെ 2 പിള്ളേരെ കണ്ടായിരുന്നോന്ന്. അപ്പൊ അവൻ പറയുന്നുണ്ട് കണ്ടിട്ടുണ്ട്, അവർ രണ്ടുപേരും കൂടെ മലമുകളിലോട്ടാണ് പോയെന്ന്. അതുപോലെ തന്നെ അവൻ ഹന്നേനെ ക്ഷണിക്കുന്നുണ്ട്, എന്നാലും ഫ്രീ ഉണ്ടെങ്കിൽ അവന്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ ചെല്ലാമോന്ന്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ഹന്ന ഫോൺ കട്ട് ചെയ്യാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചേട്ടന്
നല്ല ജലസ് ആവുന്നുണ്ട്. കാരണം ഹന്നേനെ അവൻ ഇഷ്ടമാണല്ലോ. ഇതേ നേരം തന്നെ ആഷിനെയും കാസ്പറിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ആ ഗുഹയ്ക്കുള്ളിൽ കയറി നോക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഒരു കുഴിയുണ്ട്. അതിലൂടെ പോയാലാണ് ഇവർക്ക് ട്രഷർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. അത് ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുഴിയിൽ പോയി ലൈറ്റ് അടിച്ച് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും ആ കുഴി തകർന്നിട്ട് അവർ രണ്ടുപേരും കൂടെ താഴെ ചെന്ന് വീഴുന്നത്. ഇവർക്ക് വലിയ പരിക്കൊന്നുമില്ല, എന്നാലും ചെന്ന് വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ ചേട്ടനെയും അതുപോലെ തന്നെ ഹന്നേനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ആ മലയുടെ താഴെ വന്നിട്ടുണ്ട്. ഇവര് 2 വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ കുതിരക്കാരനെ കണ്ടിട്ട് അവന്റെ നിന്ന് വണ്ടി വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി താഴെ ഒതുക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ മലമുകളിലോട്ട് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ചെറുക്കന്റെ കളിപ്പാട്ട് അവിടെ കിടക്കുന്നത് കാണാം. നേരത്തെ അവന്റെ നിന്ന് കളഞ്ഞു പോയില്ലേ എറിഞ്ഞു കളിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ആ ഒരു ഗുഹയ്ക്കുള്ളിലാണ് അവർ കയറിപ്പോയെന്ന്. അതുപോലെ ചേട്ടനാണെങ്കിൽ വലിയ കാര്യത്തില് ഞാൻ ആദ്യം പോവാന്ന് പറഞ്ഞിട്ട് ഹന്നേനെ പിടിച്ചു മാറ്റിയിട്ട് അവൻ മുമ്പേ കയറിപ്പോകും. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ തെന്നി കയറി പോകുന്നത്. അങ്ങനെ അവർ ആ ഒരു ഗുഹയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവൻ ആദ്യം കയറി പോകാനായിട്ട് പേടിയാണ്. അതുപോലെ തന്നെ ഹന്ന കയറി പോണേ മുമ്പ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചേട്ടനോട് പ്രാർത്ഥിക്കാൻ പറയും. അവനും പ്രാർത്ഥിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി പോവാണ്. ആദ്യം തന്നെ ഹന്നയാണ് ഗുഹയിലോട്ട് കയറി പോകുന്നത്. ചേട്ടന് നല്ല പേടിയാണ്. ഇതേ നേരം തന്നെ ആഷിനെയും കാസ്പറിനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ ആ കുഴിയിൽ ചെന്ന് വീണില്ലേ, പെട്ടെന്നായിരിക്കും അവരൊരു കാര്യം കണ്ട് ഞെട്ടുന്നത്. അതായത് ഒരു അസ്ഥി കൂടെ അവിടെ കിടക്കുന്നുണ്ട്. അത് കണ്ട് പേടിച്ച് ആദ്യം നിലവിളിക്കുമെങ്കിലും പിന്നീട് പേടി മാറ്റി വെച്ചിട്ട് അതിനെ പരിശോധിക്കുകയാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ പോക്കറ്റിൽ നിന്ന് ഇവർക്കൊരു ഗോൾഡ് മോതിരം കിട്ടുന്നുണ്ട്. അതും ഒറിജിനൽ ആണ്. ഇവർ കടിച്ചു നോക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പാട് വീഴുന്നുണ്ട്. അത് ഒറിജിനൽ ഗോൾഡ് ആണ്. അന്നേരമായിരിക്കും ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയും കൂടെ മുകളിൽ വന്ന് നിൽക്കുക. അവരെ വിളിച്ചു വരുമ്പോൾ ഇവര് താഴെ നിന്ന് വിളി കേൾക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടനും ചേച്ചിക്കും മനസ്സിലായി താഴെ ഇവരുണ്ടെന്ന്. ഇവരോട് തിരിച്ചു കയറി വരാനായിട്ട് നമ്മുടെ ചേട്ടൻ പറയാണ്. പക്ഷെ അത്രയും വലിയ കുഴിയുടെ മുകളിൽ നിന്ന് കയറി വരാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ആഷ് ആണെങ്കിൽ ആ മോതിരം എടുത്ത് അവന് എറിഞ്ഞു കൊടുക്കുകയാണ്. ചേട്ടൻ എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് അത് ഒറിജിനൽ ഗോൾഡ് ആണെന്ന്. അത് വിശ്വാസം വരാത്തത് കൊണ്ട് തന്നെ അവനോട് കടിച്ചു നോക്കാനായിട്ട് പറയും. അവനും കടിച്ചു നോക്കുമ്പോൾ അത് ഒറിജിനൽ ഗോൾഡ് ആണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആഷും കാസ്പറും കൂടെ പറയുന്നത് അത് ഡെഡ് ബോഡിയിൽ കിടന്ന മോതിരമാണെന്ന്. ഇത് കേൾക്കുന്ന അവനാണെങ്കിൽ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. അതായത് ചേട്ടൻ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഈ പിള്ളേരെ വലിച്ചു കയറ്റണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഷിനോട് ചേട്ടൻ അവന്റെ ഫോൺ ചോദിക്കും. എടുത്തോണ്ട് പോയ ഫോൺ ചോദിക്കും. എന്നാൽ വന്ന വഴിക്ക് പറഞ്ഞു വീന്നില്ലേ, അത് കാരണം ആ ഫോൺ പൊട്ടിയിട്ടുണ്ട്. ആദ്യ ചേട്ടനോട് പറയുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ആ മോതിരം വിറ്റിട്ടായിരുന്നാലും നിനക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തരാന്ന് അവള് പറയുന്നുണ്ട്. ആര്? നമ്മുടെ ആഷ് പറയുന്നുണ്ട്. ഇപ്പൊ ഹന്നയാണെങ്കിൽ ആ ഒരു കുഴിയുടെ മുകളിൽ നിന്നിട്ട് ഈ പിള്ളേരെ വലിച്ചു കയറ്റാനായിട്ട് നോക്കും. പക്ഷെ കൈ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ചേട്ടനാണെങ്കിൽ ഹന്നയോട് മാറാൻ പറഞ്ഞിട്ട് അവൻ വലിച്ചു കയറ്റാനായിട്ട് നോക്കും. പക്ഷെ അവനാണെങ്കിൽ തെന്നി താഴെ പോകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഹന്ന അവനെ പിടിക്കും. അവന്റെ മുതുകത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ആ ഒരു സ്ഥലം പൊളിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ താഴെ ചെന്ന് വീഴാണ്. ഇനി അവരെ രക്ഷിക്കാനായിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരണം. എന്നാൽ നമ്മുടെ ആഷ് പറയും എന്തായാലും ഈ കുഴിയിൽ ഇറങ്ങിയതില്ലേ, നമുക്ക് ട്രഷർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ നമുക്ക് ട്രഷർ കിട്ടുവാണെങ്കിൽ ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഓരോരുത്തരുടെ ആഗ്രഹവും നടത്താനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ട്രഷർ കണ്ടുപിടിക്കാൻ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ആഷ് ആണെങ്കിൽ ഡയറി എടുത്ത് നോക്കും. ഡയറി എടുത്ത് നോക്കുമ്പോൾ അവിടെ തന്നെ ചെറിയൊരു കുഴി പോലുണ്ട്. അതായത് ചെറിയൊരു ഗുഹ പോലെ. അതുവഴി ഇഴഞ്ഞിഴഞ്ഞ് പോകണം. അപ്പോൾ ഇവരുടെ ഡ്രസ്സൊക്കെ ചെറുതാണ്. കൈയൊക്കെ മുറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിലുള്ള കുറെ സാധനങ്ങൾ വെച്ചിട്ട് ഇവരുടെ മുട്ടിലെല്ലാം ഇവർ തുണി വെച്ച് കെട്ടുകയാണ്. ഇഴഞ്ഞിഴഞ്ഞ് പോകുമ്പോൾ ദേഹത്തുനിന്ന് മുറിവ് വീഴാനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ അവർ കെട്ടുന്നുണ്ട്. എന്നിട്ട് ആ ഗുഹയിലൂടെ ഇവരെല്ലാരും കൂടെ കയറിപ്പോവും. ഇതേ നേരം തന്നെ അമ്മേനെ കാണുകയാണെങ്കിൽ അമ്മ ഹോസ്പിറ്റലിൽ അച്ഛനെ കാണാനായിട്ട് വരുമ്പോൾ അച്ഛൻ്റെ റൂമിൽ കുറെ അധികം ആൾക്കാരുണ്ട്. അവരെല്ലാരും അമ്മേനെ കാണുമ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. അമ്മയാണെങ്കിൽ അച്ഛനോട് ചെന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന അച്ഛന്റെ കൂട്ടുകാരനോട് വേറൊരു കൂട്ടുകാരിയോടാണ് അച്ഛന് വലിയ താല്പര്യമുള്ളത്. മോളെ മൈൻഡ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. അവരവിടെ നിന്ന് ഇറങ്ങി പോവാണ്. കൂട്ടുകാരൻ അച്ഛനെ വഴക്ക് പറയുന്നുണ്ട്. അതായത് സ്വന്തം മോളോട് ഇങ്ങനെ പെരുമാറാനായിട്ട് പാടില്ല. ഈ അച്ഛൻ സ്നേഹം എല്ലാം ഉള്ളിൽ ഒതുക്കിയേക്കാണ്, പുറത്തൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അമ്മയ്ക്ക് വിഷമായിട്ട് അമ്മ പുറത്തിറങ്ങിപ്പോയത്. ഇതേ നേരം നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ ഗുഹയിലൂടെ ഇഴഞ്ഞിഴഞ്ഞങ്ങനെ പോവാണ്. ഹന്നയും അതുപോലെ തന്നെ ആഷും കൂടെ പുറത്തെത്തിയിട്ടുണ്ട്. ഗുഹയ്ക്ക് അപ്പുറം എത്തിയിട്ടുണ്ട്. എന്നാൽ കാസ്പറും ചേട്ടനും കൂടെ ഗുഹയ്ക്കുള്ളിലാണ്. പിന്നെ ഈ ഗുഹയുടെ ഉള്ളൊക്കെ ആകെ തടി വെച്ച് കവർ ചെയ്തേക്കാണ്. അതായത് തടി വെച്ചിട്ട് ഊന്ന് കൊടുത്തേക്കാണ്. ഈ തടി ഒരുപാട് പഴക്കമുള്ളത് കൊണ്ട് തന്നെ ചെതലരിച്ചിരിക്കുകയാണ്. ഒന്ന് തൊട്ടാൽ തന്നെ ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് താഴെ വീഴും. അങ്ങനെയാണെങ്കിൽ ഈ ഗുഹ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഇവർ ഇതിന്റെ അകത്തൂടെ പോകുമ്പോൾ ബാഗൊക്കെ ഉണ്ട്. ആ ബാഗ് ചേട്ടൻ വലിക്കാനായിട്ട് നോക്കും. അതൊരു സൈഡിൽ കുടുങ്ങിയിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ചേട്ടൻ നോക്കുമ്പോൾ ഒരു ചെലന്തി ആണെങ്കിൽ അവന്റെ കൈയിന്റെ അതുവഴി നടന്നു പോകുന്നുണ്ട്. അവന് ചെലന്തി എന്നൊക്കെ പറയാൻ നല്ല പേടിയാണ്. കാസ്പർ ചേട്ടനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ആ ചെലന്തി ഒന്നും ചെയ്യത്തില്ല എന്ന്. പക്ഷേ കാസ്പർ വേറൊരു കാര്യം കാണാണ്. വലിയൊരു വിഷ ഇനത്തിലുള്ള ചെലന്തിയാണെങ്കിൽ ഈ ചേട്ടന്റെ കൈയിന്റെ അതുവഴി പോകുന്നുണ്ട്. ഇതൂടായപ്പോൾ ചേട്ടൻ ഒരുപാട് പേടിയായി. ചേട്ടൻ നിലവിളിച്ചിട്ട് അവിടെ നിഴയാനായിട്ട് തുടങ്ങും. ഇത് കാരണം ഗുഹയെല്ലാം കൂടെ പൊളിയാണ്. ഇതെന്തായാലും പൊളിയെന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കാസ്പറും ചേട്ടനും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇഴഞ്ഞെത്തുകയാണ്. ഇവര് പുറത്തോട്ട് വന്ന് വീണതും കുറെ അധികം പൊടി പടലങ്ങൾ ഇവരുടെ നേരെ പറന്നു വരുന്നുണ്ട്. ആ ഗുഹ പൊളിഞ്ഞിട്ട് കുറെ അധികം പൊടികൾ ഇവരുടെ നേരെ വന്നെയാണ്. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവരൊരു ബാഗ്
എടുക്കാൻ നോക്കില്ലേ, ആ ബാഗ് ഉള്ളിൽ കിടക്കാണ്. ആ ബാഗിന്റെ ഉള്ളിലാണ് മറ്റേ ഡയറി ഉള്ളത്, ട്രഷർ ഹണ്ടിങ്ങിന് സഹായിക്കുന്ന ഡയറി ഉള്ളത്. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ ആഷ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗുഹയ്ക്ക് നേരെ ഓടും. പക്ഷെ ചേട്ടനാണെങ്കിൽ അവളെ ചാടി കയറി പിടിച്ച് ഒരു സൈഡിലോട്ട് വീഴുമ്പോൾ വീണ്ടും ആ ഒരു ഗുഹ പൊളിഞ്ഞിട്ട് അതിനുള്ളിലൂടെ കുറേയധികം പൊടിപടലങ്ങൾ പുറത്തോട്ട് വരികയാണ്. വലിയൊരു പാറയാണെങ്കിൽ അതിന്റെ വഴിയിൽ വന്ന് വീണിട്ട് അതങ്ങ് അടയാണ്. ഇനി എന്തായാലും അതിന്റെ അകത്തോട്ട് കയറി പോകാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഹാഷ് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി പോരുന്നെങ്കിൽ അവൾക്ക് പുറത്തോട്ട് വരാനായിട്ട് പോലും പറ്റത്തില്ലായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ഇവര് തീരുമാനിക്കും ആ ബുക്കില്ലാതെ എങ്ങനെയെങ്കിലും പോയി ട്രഷർ കണ്ടുപിടിക്കാന്ന്. നമ്മുടെ ആഷ് കുറച്ചൊക്കെ ബുക്ക് വായിച്ചതാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അവളുടെ അറിവ് വെച്ച് എന്തായാലും ട്രഷർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതേ നേരം തന്നെ അമ്മേനെ കാണിക്കുകയാണെങ്കിൽ അമ്മ ആകെ വിഷമിച്ച് ഹോസ്പിറ്റലിന്റെ പുറത്ത് വന്നിരിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് അച്ഛന്റെ കൂട്ടുകാരൻ വന്നിട്ട് അമ്മേനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അച്ഛന് സ്നേഹം ഉള്ളിൽ വെക്കാൻ മാത്രമേ അറിയാത്തുള്ളൂ, പുറത്ത് കാണിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട്. അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേ. അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി, അച്ഛനാണെങ്കിൽ സ്നേഹം പുറത്തും കാണിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഒരുപാട് വിഷമം കാണത്തില്ലേ. പക്ഷേ ഈ കൂട്ടുകാരനാണെങ്കിൽ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അമ്മയാണെങ്കിൽ അച്ഛനെ വന്ന് കണ്ടിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാണ്. ഇപ്പൊ അവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, രണ്ടുപേരും നല്ല അടുപ്പാണ്, രണ്ടുപേരും കരയുന്നൊക്കെ ഉണ്ട്. വീണ്ടും നമ്മുടെ പിള്ളേരെ കാണിക്കുകയാണെങ്കിൽ ഇവർ നടന്ന് ആ ഗുഹയിലൂടെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു പാലം കെട്ടി വെച്ചിട്ടുണ്ട്. ആ പാലത്തിന്റെ അടിയിൽ കുറേയധികം ലാവയുണ്ട്, ചെന്ന് വീണാൽ എന്തായാലും കത്തി നശിച്ചു പോകും. ഈ പാലം കടന്നിട്ട് വേണം ഇവർ അപ്പുറത്ത് പോകാനായിട്ട്. എങ്ങനെ പോകും? അതുപോലെ തന്നെ നമ്മുടെ ഹന്നയ്ക്കില്ലേ, ഹന്നയ്ക്ക് ഹൈറ്റ് പേടിയാണ്, പാലത്തിൽ കൂടെ ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ആഷ് ആണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട, കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് ആ പാലത്തിന്റെ അടുത്ത് വരും. എന്നിട്ട് നമ്മുടെ ആഷ് ആണെങ്കിൽ ആ പാലത്തിൽ ചെറുതായിട്ടൊന്ന് തൊടുകയാണ്. തൊട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, ആ പാലം പൊളിഞ്ഞങ്ങ് താഴെ പോകും. ഇപ്പൊ ഇവർ അതിലൂടെ കാണാൻ നടക്കാൻ പോയിരുന്നെങ്കിൽ എന്തായാലും മരണപ്പെട്ടു പോയേനെ. എന്തായാലും ചേട്ടനും അതുപോലെ തന്നെ ഹന്നയും കൂടെ പേടിച്ചിട്ട് ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ്, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ആഷും അതുപോലെ തന്നെ കാസ്പറും കൂടെ അവരെ വിളിക്കുന്നത്, ഇങ്ങോട്ട് വന്ന ഒരു കാര്യം കാണിച്ചു തരാന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിള്ളേരെ ചെന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും എങ്ങനെ അപ്പുറത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വേറൊരു വഴിയുണ്ട്, പാലം വഴിയല്ല സൈഡ് വഴി വരാമെന്ന് പറയും. പക്ഷെ നോക്കുമ്പോൾ ഒരുപാടധികം കഷ്ടമാണ് അതുവഴി പോവാനായിട്ട്. എന്തായാലും അവരോട് വരാനായിട്ട് പറയും. നമ്മുടെ ചേട്ടനും അതുപോലെ തന്നെ ഹന്നയും കൂടെ അതുവഴി എങ്ങനെ നടന്നു പോവാണ്. നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഹന്നയ്ക്ക് ഹൈറ്റ് കൂടെ പേടിയാണ്, അതുകൊണ്ട് തന്നെ പാട്ടൊക്കെ പാടിയിട്ടാണ് എങ്ങനെയൊക്കെ അപ്പുറം എത്തുന്നത്. ഈ പാട്ട് പാടുന്നത് മറ്റൊന്നിനുമല്ല, പേടിയൊന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് പാട്ട് പാടുന്നത്. ചേട്ടനാണ് പാട്ട് പാടി ഹന്നേനെ ഒന്ന് കൂളാക്കുന്നത്. ഇനി വേറൊരു കടമ്പ കൂടെ ഉണ്ട്, അതായത് രണ്ടുപേരും കൂടെ അപ്പുറം ചാടണം, എന്നാലേ ഈ ഒരു സ്ഥലം കടക്കാനായിട്ട് പറ്റൂ. അത് നമ്മുടെ ചേട്ടനാണെങ്കിൽ ഹന്നയുടെ കയ്യിൽ പിടിച്ചിട്ടാണ് ചാടുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെന്ന് അപ്പുറത്ത് മറിഞ്ഞു വീഴുന്നുണ്ട്. ഇപ്പൊ ഹന്നയാണെങ്കിൽ അപ്പുറത്തെത്തിയതും ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ചേട്ടനല്ലേ കൂടെ നിന്നത്. അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴായിരിക്കും ചേട്ടൻ അവന്റെ കയ്യിൽ ഒരു കാര്യം കാണുന്നത്. അതായത് അവന്റെ കയ്യിൽ എന്തോ വലിയൊരു ബബിള് വന്നിട്ടുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് ചേട്ടൻ പെട്ടെന്ന് തന്നെ ഹന്നയുടെ അടുത്ത് നിന്ന് മാറുകയാണ്. ഹന്നയോടും അതുപോലെ തന്നെ ആഷിനോടും ഈ ഒരു കാര്യം പറയുന്നില്ല. പകരം എനിക്കൊരു സ്ഥലം വരെ പോകണം, ഞാനും കാസ്പറും കൂടെ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കാസ്പറിനെ വിളിച്ച് ഒരു സൈഡിലോട്ട് മാറി നിൽക്കും. എന്നിട്ട് കാസ്പറിന് ആ ഒരു കൈ കാണിച്ചു കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നേരത്തെ ഒരു ചെലന്തിനെ കണ്ടില്ലേ, ആ ചെലന്തി കടിച്ചതാണ്. അത് കടിച്ചാൽ എന്തായാലും പനി പോലെ വരും. അത് വരുവാണെങ്കിൽ ചേട്ടൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ കാണിക്കാൻ മാത്രമേ പറ്റൂ. എന്തായാലും കുറച്ചു നേരം മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് കാസ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. കാസ്പറിന് ചെലന്തികളെയൊക്കെ പറ്റി അറിയാം, അതുകൊണ്ട് തന്നെ അവൻ ഓരോ കാര്യങ്ങൾ ചേട്ടന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് ആഷും അതുപോലെ തന്നെ ഹന്നയും അറിയാതെ നോക്കണം. അതുകൊണ്ട് തന്നെ കാസ്പറിന്റെ ഒരു സെലോ ടേപ്പ് വാങ്ങിച്ചിട്ട് ചേട്ടന്റെ കൈ മൊത്തം ചുറ്റി വെക്കുകയാണ്. അത് ആരും അറിയാതിരിക്കാനായിട്ട്. അത് പൊട്ടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നവും, അതുകൊണ്ടാണ് പൊട്ടിക്കാൻ പറ്റാത്തത്. പിന്നീട് അവർ നാലുപേരും കൂടെ ആ ഗുഹയിലൂടെ അങ്ങനെ നടക്കും. നടന്ന് വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ചെല്ലുകയാണ്. അത് കാണാൻ തന്നെ ഒരുപാട് അടിപൊളിയാണ്. അതിനകത്ത് എന്തൊക്കെയോ ജീവികളുണ്ട്, അതിന്റെ തിളക്കാണ് ഇവർ കാണുന്നത്. നല്ല രീതിയിൽ നീല കളറിൽ തിളങ്ങുന്നില്ലേ, അതെന്തൊക്കെയോ ജീവികളാണ്, പായൽ പോലത്തെ സംഭവമാണ്. ഈ വെള്ളം കാണുന്ന കാസ്പർ ആണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലാണ് ട്രഷർ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം തന്നെ വെള്ളത്തിന്റെ അടിയിലോട്ട് എടുത്ത് ചാടി നീന്തി പോവാണ്. കുറെ നേരം കഴിഞ്ഞിട്ട് അവനെ കണ്ടില്ല. പിന്നീടായിരിക്കും അവൻ പൊങ്ങി വരുന്നത്. ഹന്നയാണെങ്കിൽ ഒരുപാട് പേടിച്ചിട്ടുണ്ട്, ആകെയുള്ള ഒരു അനിയനായിരുന്നു. ഇപ്പൊ മുങ്ങിയിട്ട് തിരിച്ചു വന്നല്ലോ, പേടി മാറിയിട്ട് ഹന്നേനെ കൂടെ വിളിക്കുകയാണ്. ഹന്നയും അതുപോലെ തന്നെ കാസ്പറും കൂടെ വെള്ളത്തിന്റെ അടിയിലൂടെ അങ്ങനെ നീന്തി പോകും. കാസ്പറും അതുപോലെ തന്നെ ഹന്നയും നല്ല സ്നേഹബന്ധത്തിലാണ്, സഹോദരങ്ങളാണെങ്കിലും നല്ല രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. പക്ഷേ നമ്മുടെ ചേട്ടനും ആഷും അങ്ങനെ അല്ലല്ലോ, കീരിയും പാമ്പും അല്ലേ. ഇത് കാണുമ്പോൾ നമ്മുടെ ആഷിന് ചെറിയ വിഷമാവുന്നുണ്ട്. ഇത് ചേട്ടൻ മനസ്സിലാക്കിയിട്ട് ആഷിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇനി തൊട്ട് നമുക്ക് നല്ല രീതിയിൽ പെരുമാറാന്ന് പറഞ്ഞിട്ട് അവളെ മുതുകത്ത് കയറ്റിയിട്ടാണ് വെള്ളത്തിലോട്ട് ചേട്ടൻ ചാടുന്നത്. കാരണം അവൾക്ക് നീന്തൽ അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്ക് വിടാതെ ചേട്ടൻ വെള്ളത്തിന്റെ അടിയിലൂടെ പോവാണ്. പക്ഷെ ഇവര് വെള്ളത്തിന്റെ അടിയിലൂടെ പോകുമ്പോൾ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഒരാളെ മുതുകത്ത് വെച്ച് നീന്തി പോവല്ലേ. എന്തായാലും എങ്ങനെയൊക്കെ ഇവർ അപ്പുറത്തെത്തുകയാണ്. അപ്പുറത്തൊരു സ്ഥലത്തെത്തുന്നുണ്ട്. അവിടെ തന്നെ ഹന്നയും കാസ്പറും ആദ്യമേ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവര് നാലുപേരും കൂടെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവർക്ക് പുറം ഭാഗം കാണാനായിട്ട് പറ്റുന്നുണ്ട്, അതായത് വെയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു സൈഡിലോട്ട് ഇവർ ചെന്ന് നോക്കുമ്പോൾ താഴെയാണെങ്കിൽ വലിയൊരു വെള്ളച്ചാട്ടമാണ്. എടുത്ത് ചാടി രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റത്തില്ല. എന്തായാലും അത്രയും മുകളിൽ നിന്ന് വീഴുവാണെങ്കിൽ മരണം ഉറപ്പാണ്. ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ മരിക്കത്തില്ല, എന്തെങ്കിലും അപകടം
പറ്റിയാലോ, അതുകൊണ്ട് തന്നെ ചാടിയെന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. ഇവര് 4 പേരും കൂടെ തിരിച്ച് ഗുഹയിൽ വരികയാണ്. ഇവിടെ എവിടെയോ ട്രഷർ ഉണ്ട്. കാരണം നമ്മുടെ ആഷ് ആണെങ്കിൽ അത് ഡയറിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എവിടെ ഒരു പസിലുണ്ട്, അത് സോൾവ് ചെയ്യണം. ആഷ് നോക്കുമ്പോൾ 2 നെറ്റ് കല്ല് മുകളിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉള്ള കല്ലുകൾ 2 നെറ്റിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ ആ ഡയറിക്കകത്ത് മൂന്നാമതൊരു നെറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതിപ്പോ കാണാനില്ല. അതിന്റെ കയർ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിനർത്ഥം ആരോ ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ട്രഷർ ഇവിടെ നിന്ന് ആരും എടുത്തോണ്ട് പോകാതിരിക്കാനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇപ്പൊ അവർക്ക് ട്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ആ ഒരു വള്ളിയിൽ പിടിച്ച് വലിച്ചാലും മതി. വലിച്ചിട്ട് അത് ടൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാന്ത്രിക ഡോറുണ്ട്, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു ഡോറുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും. അതിപ്പോ അവർക്ക് മനസ്സിലായി. പക്ഷെ ആര് വലിക്കും? ഞാൻ വലിക്കാന്ന് പറഞ്ഞിട്ട് കാസ്പർ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കയറി പോവാണ്. എന്നിട്ട് ചാടി ആ ഒരു കയറിൽ പിടിക്കും. പക്ഷേ അവൻ അത്രയധികം വെയിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് താഴോട്ട് വരുന്നില്ല. മറ്റേ വലിയ കല്ലുകൾ അവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ടില്ലേ, ആ വെയിറ്റിന് സമാനമായിട്ട് ഇവർ വെയിറ്റ് കൊടുത്താൽ മാത്രമേ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റൂ. അതുകൊണ്ട് തന്നെ ചേട്ടനെ വിളിക്കും. ചേട്ടനാകുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടല്ലോ. അങ്ങനെ ചേട്ടനും കാസ്പറും കൂടെ ഒരുമിച്ച് ആ കയറിൽ ചാടി പിടിക്കുകയാണ്. രണ്ടുപേരും കൂടെ അങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. താഴെ നിന്ന് ഹന്ന കൂടെ അവരെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ടും ആ ഒരു ഡോർ ഓപ്പൺ ആവുന്നില്ല. ഡോർ എവിടാണെന്ന് അവർക്ക് അറിയത്തില്ല. അവർ ആ ബുക്കിൽ വായിച്ച കാര്യമാണ് ചെയ്യുന്നത്. ഇതേ നേരം ഹന്നയാണെങ്കിൽ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇവൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. ഈ 3 വെയിറ്റ് ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഡോർ തുറക്കുന്നത്. അതായത് ഒരേ ലെവലിൽ പൊങ്ങി കിടക്കുമ്പോഴാണ് ആ ഡോർ തുറക്കുന്നത്. അപ്പൊ അങ്ങനെ പൊങ്ങി കിടക്കാനായിട്ട് അവൾ എന്തോ മുടിയിൽ കെട്ടുന്ന റിബൺ അതിനകത്തെടുത്ത് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ 3 പേരോട് ആ ഒരു സാധനത്തിൽ നിന്ന് വിടാൻ പറയാണ്, കയറിൽ നിന്ന് വിടാൻ പറയാണ്. അവർ കയറിൽ നിന്ന് വിടുമ്പോൾ ആ കയറ് തിരിച്ചു പോകുന്നില്ല. കാരണം അവൾ അവിടെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിക്കില്ല, എന്തൊക്കെ പസിലാണ്. അപ്പോഴായിരിക്കും അവിടെ ഒരു ഡോർ ഓപ്പൺ ആവുന്നത്. ഇവർക്ക് മനസ്സിലായി അതിനുള്ളിലാണ് ട്രഷർ ഉള്ളതെന്ന്. അങ്ങനെ അവർ ആ ഡോർ വഴി അകത്തോട്ട് കയറി പോകുമ്പോൾ നിറച്ചും ട്രഷർ ഉണ്ട്, ഒരുപാടധികം നിധിയുണ്ട്. എന്തായാലും ഇവർ നല്ല പൈസക്കാരാവും. അത് കണ്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഇതേ നേരം തന്നെ അമ്മേനെയും മുത്തശ്ശനെയും കാണിക്കുകയാണെങ്കിൽ മുത്തശ്ശൻ അവിടെ കിടക്കുമ്പോൾ പുറത്തുള്ള കാലാവസ്ഥ നല്ല രീതിയിൽ മാറുന്നുണ്ട്. സാധാരണ ഇങ്ങനെ കാലാവസ്ഥ മാറത്തില്ല. അതിനർത്ഥം എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണ്. മുത്തശ്ശന് നല്ല പേടിയായിട്ടുണ്ട്. ഇതേ നേരം തന്നെ അമ്മ ചേട്ടനെ വിളിക്കാനായിട്ട് നോക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ചേട്ടന്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഏതോ മലമുകളിലാണ് കാണിക്കുന്നത്. അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഈ പിള്ളേരെന്തിനാ ഈ മഴയത്ത് മലമുകളിൽ പോയത്? നല്ല അപകടം വരത്തില്ലേ? എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ അമ്മ ടെൻഷൻ ആവുന്നുണ്ട്. ഇതേ നേരം തന്നെ ചേട്ടനെയും അതുപോലെ തന്നെ ഹന്നേനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടനാണെങ്കിൽ പതിയെ അവൾക്ക് കിസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവൾ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ ഒരു സെൽഫി എടുക്കുകയാണ്. എന്നിട്ട് 2 പിള്ളേരെ കൂടെ സെൽഫി എടുക്കാനായിട്ട് വിളിക്കും. ഇവർ 4 പേരും കൂടെ സെൽഫി എടുക്കുകയാണ്. അങ്ങനെ സെൽഫി എടുത്തിട്ട് അത് നോക്കുമ്പോൾ ആ ഒരു ഫോട്ടോയുടെ പിന്നിലായിട്ട് എന്തോ ഉണ്ട്. അവർ സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പ്രതിമേനെ വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ നാട്ടിലെ ദൈവമാണ്. ആ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിനെ നോക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഹന്നയും കാസ്പറും പിന്നെ ആഷും കൂടെ തിരിഞ്ഞു നിൽക്കും. പക്ഷെ ചേട്ടൻ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. അതുപോലെ തന്നെ ഹന്ന വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇവിടെയുള്ള ഒരു ഗോൾഡ് പോലും പുറത്തോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതെല്ലാം ആ ഒരു ദൈവത്തിന്റെയാണ്. ദൈവം സംരക്ഷിക്കുന്ന സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇതെടുത്തോണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. നേരത്തെ ഇവിടെ നിധി കൊണ്ടുവച്ച ആൾക്കാർ ഇതൊന്നും അറിയാതെയാണ് ഇവിടെ കൊണ്ടുവച്ചത്. ഇത് ശപിക്കപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള ഒറ്റ സാധനം പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തായാലും നമ്മുടെ ചേട്ടന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷെ കാസ്പറിനും അതുപോലെ തന്നെ ഹന്നയ്ക്കും പിന്നെ ആഷിനും കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ അവർ കയ്യിലും കഴുത്തിലൊക്കെ എടുത്തിട്ട ഗോൾഡ് ആണെങ്കിൽ തിരിച്ചൂരി ആ പെട്ടിക്കകത്ത് തന്നെ വെക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അമ്മേനെയും മുത്തശ്ശനെയും കാണിക്കുകയാണെങ്കിൽ മുത്തശ്ശന് കാര്യം മനസ്സിലായി. അതായത് ഈ അമ്മ പറഞ്ഞു പിള്ളേരെല്ലാരും കൂടെ ആ മലയുടെ മുകളിൽ പോയെന്ന്. മുത്തശ്ശന് മനസ്സിലായി എന്തായാലും ആശ സ്വർണം കണ്ടുപിടിച്ചതാണെന്ന്. മുത്തശ്ശൻ നേരത്തെ തന്നെ ആ സ്വർണം കണ്ടുപിടിച്ചതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് ശപിക്കപ്പെട്ട സ്ഥലമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്വർണ്ണമൊന്നും എടുത്തില്ല. പകരം ആരും എടുക്കാതിരിക്കാനായിട്ട് മുത്തശ്ശനാണ് ആ കയറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പൊ ഇത് മനസ്സിലാക്കുന്ന മുത്തശ്ശനാണെങ്കിൽ പിള്ളേർ അവിടെ പോയെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശനാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്കും ടെൻഷൻ ആവുന്നുണ്ട്. അമ്മയ്ക്ക് ശപിക്കപ്പെട്ട സ്ഥലത്തിന്റെ കാര്യമൊന്നും അറിയത്തില്ല. പക്ഷെ മഴയത്ത് പിള്ളേർ അവിടെ പോയത് അമ്മയ്ക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതേ നേരം തന്നെ ചേട്ടനെ കാണിക്കുകയാണെങ്കിൽ ചേട്ടൻ കുറെ അധികം സ്വർണം അവന്റെ ബാഗിൽ വാരിയിടുന്നുണ്ട്. അങ്ങനെ ശാപമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും എന്തോ ഒരു സാധനം അവരുടെ പിന്നാലെ പോകുന്നത്. നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവര് നിന്ന സ്ഥലത്തുള്ള വെളിച്ചമെല്ലാം താനെ അണഞ്ഞു പോവാണ്. അണഞ്ഞു പോയിട്ട് നീല കളറിലുള്ള വെളിച്ചം കത്തുന്നുണ്ട്. അതായത് ഇത് ഒറിജിനലായിട്ട് ശപിക്കപ്പെട്ട സ്ഥലം തന്നെയാണ്. ഇവർക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ ആ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് ഓടി വരികയാണ്. ഇവിടെ നിന്ന് താഴോട്ട് ചാടുവാണെങ്കിൽ ഇവരെന്തായാലും രക്ഷപ്പെട്ടു പോകും. ഇപ്പൊ ഇവരെല്ലാരും കൂടെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആഷ് അകത്തോട്ട് ചെല്ലും. എന്നിട്ട് അവളുടെ ഒരു തെറ്റാലിയുണ്ട്. ഇവള് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു തെറ്റാലിയാണ്. അതെടുത്തിട്ട് ഇവളൊരു കല്ലെടുത്ത് ഇവള് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പസിലില്ലേ അത് അടിച്ച് നശിപ്പിച്ച് കളയാണ്. ഇനി ആരും ഇവിടെ വന്നിട്ട് ഈ ശപിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് സ്വർണ്ണം എടുത്തോണ്ട് പോകാനായിട്ട് പാടില്ല. ഇത് ഇവിടത്തെ ദൈവത്തിന്റെ സ്വർണ്ണമാണ്. അതുകൊണ്ട് അത് അവൾ അടിച്ച് നശിപ്പിച്ചിട്ട് തിരിച്ച് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് വരുമ്പോൾ അവിടെ തന്നെ കുറെ അധികം എന്താ പറയാ ബനിയൻ ട്രീ ഇല്ലേ, അതിന്റെ മലയാളം എന്താ, ആൽമരമാണോ എന്തോ മരമുണ്ട്. അതിന് കുറെ വള്ളികളില്ലേ, ആ വള്ളികളിൽ ഒരു വള്ളിയാണെങ്കിൽ നമ്മുടെ കാസ്പർ എങ്ങനെയൊക്കെയോ വലിച്ചിളക്കുന്നുണ്ട്. എന്നിട്ട് ആ വള്ളിയിൽ പിടിച്ചിട്ട് അനിയനും ചേച്ചിയും കൂടെ താഴോട്ട് ചാടും. പക്ഷെ ഇവര് താഴെ ചെന്ന് വീഴുന്നില്ല. ഇത് നല്ല കട്ടിയുള്ള വള്ളിയാണ്.
എങ്ങനെയൊക്കെ ഇവര് ആ ഒരു വള്ളിയിൽ നിന്ന് താഴെ ചാടിയിട്ട് വെള്ളത്തിൽ പോയി വീഴുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ആഷും അതുപോലെ തന്നെ ചേട്ടനും ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് താഴെ ചെന്ന് വീണില്ലെങ്കിലും ആ ഒരു ഫോഴ്സ് കാരണം വള്ളി പൊട്ടിപ്പോയി. എന്നിട്ട് രണ്ടുപേരും കൂടെ വെള്ളത്തിൽ പോയി വീഴുകയാണ്. ഇതേ നേരം തന്നെ ചേട്ടനാണെങ്കിൽ നേരത്തെ ചിലന്തി കടിച്ചതിന്റെ ആഘാതത്തിൽ വെള്ളത്തിലോട്ട് മുങ്ങി താഴുന്നുണ്ട്. ആഷ് ആണെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി വന്നിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന കാസ്പർ അവളുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് ആഷിനോട് ഇവിടെ നിന്ന് നീന്തി പുറത്തോട്ട് പോകാനായിട്ട് പറയും. എന്നിട്ട് കാസ്പറും ചേച്ചിയും കൂടെ വെള്ളത്തിനടിയിലോട്ട് നീന്താനായിട്ട് തുടങ്ങിയിട്ട് എങ്ങനെയൊക്കെ ചേട്ടനെ കണ്ടുപിടിക്കുകയാണ്. ചേട്ടനെയും പൊക്കി എടുത്തുകൊണ്ട് പുറത്തോട്ട് വരും. ചേട്ടൻ ഒട്ടും ബോധമില്ല. അതുകൊണ്ട് തന്നെ അവർ CPR ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ നെഞ്ചത്ത് ഞെക്കി ഞെക്കി വിഴുങ്ങിയ വെള്ളം എല്ലാം കൂടെ പുറത്തോട്ട് തുപ്പും. അങ്ങനെ അവന് ബോധം വന്ന് എണീക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നോക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള ചിലന്തി കടിച്ച പാട് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുമ്പോൾ ചേട്ടൻ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അന്നേരമായിരിക്കും നല്ല രീതിയിൽ ചെവി പൊട്ടിക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നത്. ആരൊക്കെയോ വരുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവരവിടെ നിന്ന് ഓടുകയാണ്. ഈ 4 പേരും കൂടെ ഓടുകയാണ്. ഇതേ നേരം തന്നെ മുത്തശ്ശനെ കാണിക്കുകയാണെങ്കിൽ മുത്തശ്ശന് കാര്യം മനസ്സിലായിട്ട് മുത്തശ്ശൻ എന്തോ മന്ത്രവാദങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം പുറത്തുള്ള കാലാവസ്ഥ എല്ലാം മാറിയിട്ടുണ്ട്. അതിനർത്ഥം അവർ ട്രഷർ കണ്ടുപിടിച്ചെന്നാണ്. ഈ നേരം ഈ പിള്ളേരെല്ലാരും കൂടെ കാട്ടിലൂടെ ഓടി പോകുമ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ അടുത്ത് വരികയാണ്. അന്നേരമായിരിക്കും കുറേയധികം ആൾക്കാർ നീല വെളിച്ചമായിട്ട് അതുവഴി നടന്നു പോകുന്നത് കാണുന്നത്. ഇവരെ കണ്ട് പേടിച്ചിട്ട് അമ്മയും അതുപോലെ തന്നെ പിള്ളേരും കൂടെ അവിടെ തന്നെ ഒരു ചെറിയ കെട്ടിടമുണ്ട്. അതിനുള്ളിൽ കയറി ഡോർ അടച്ചിരിക്കുകയാണ്. ഇതൊന്നും സാധാരണ മനുഷ്യരല്ല. ഇവരെല്ലാം ഈ ദ്വീപിനെ സംരക്ഷിക്കാനായിട്ട് വന്ന മനുഷ്യരാണ്. മരണപ്പെട്ട പ്രേതങ്ങളാണ്. ഇവർക്ക് എന്തൊരു ഡോറ്, ഇവർ ഡോറൊക്കെ തല്ലി തകർത്ത്, അതായത് ഒന്ന് നോക്കിയതേ ഉള്ളൂ, അതൊക്കെ താനെ തുറക്കുകയാണ്. എന്നിട്ട് അവരെല്ലാരും കൂടെ അകത്തോട്ട് കയറി വരും. ഈ നേരം എല്ലാ ആൾക്കാരും നമ്മുടെ ടീംസ് എല്ലാം കൂടെ പേടിച്ച് അങ്ങനെ താഴെ കിടക്കാണ്. പക്ഷേ ഇവരാരും പ്രതീക്ഷിക്കാതെ ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ആഷിന്റെ അച്ഛനാണ്. ആഷിന്റെ അച്ഛൻ മരണപ്പെട്ടു. പക്ഷെ പ്രേതമായിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് അമ്മേനെ നോക്കി അമ്മേനെ സമാധാനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ തലോടുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛന്റെ 2 മക്കളെയും കാണുന്നുണ്ട്, ആഷും അതുപോലെ തന്നെ ചേട്ടനും. അവരെ എല്ലാരെയും കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ്. അച്ഛൻ മരണപ്പെട്ടു പോയെങ്കിലും അയാൾ ഒരു ഹവായിയനാണ്. ഈ ഒരു ദ്വീപിനെ സംരക്ഷിക്കേണ്ട ആളാണ്. അതുകൊണ്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ അച്ഛൻ വരാനായിട്ടുള്ള കാരണം മുത്തച്ഛൻ ഓരോ മന്ത്രവാദങ്ങൾ ചെയ്തില്ലേ, അപ്പോ സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കാനായിട്ട് അച്ഛൻ വന്നതാണ്. പിന്നെ ഇവർക്ക് വേറൊരു കാര്യം മനസ്സിലായിരുന്നു. ഈ പ്രേതങ്ങളെല്ലാം ഇവരുടെ പിന്നാലെ വരാനായിട്ടുള്ള കാരണം എന്താണ്? കുറേയധികം സ്വർണ്ണങ്ങൾ ഇവർ സൂക്ഷിച്ചെടുത്തോണ്ട് വന്നില്ലേ, ആ സ്വർണ്ണം എല്ലാം കൂടെ ആഷാണെങ്കിൽ ഒരു പാത്രത്തിൽ തട്ടി വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രേതങ്ങളെല്ലാം കൂടെ വന്നിട്ട് ആ ഒരു പാത്രത്തിലുള്ള സ്വർണ്ണം എടുത്തോണ്ട് പോവാണ്. അച്ഛനും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവരോട് ബായി പറഞ്ഞിട്ട്. പിന്നീട് ഇവിടെ വന്ന പ്രേതങ്ങളും അതുപോലെ തന്നെ അച്ഛനും കൂടെ കടൽ തീരത്ത് വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് മാഞ്ഞു പോവാണ്. ഇവരുടെ പണി എന്താണ്? ആൾക്കാർ എടുത്തോണ്ട് പോകുന്ന സ്വർണത്തിന് തിരിച്ച് ആ ഒരു ഗുഹയിൽ കൊണ്ടുവയ്ക്കുക. അതവർ ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ആഷ് ആണെങ്കിൽ അച്ഛനെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അച്ഛൻ അവിടെ നിന്ന് മാഞ്ഞു പോവാണ്. അവസാനമായിട്ട് അച്ഛനൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം അമ്മ അതുപോലെ തന്നെ ആഷ്, മുത്തശ്ശൻ ഇവരെല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ കൂടിയിട്ടുണ്ട്. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ രാത്രി ഇവർ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ആ ഗോൾഡ് അവർക്ക് എടുത്തോണ്ട് വരാനൊന്നും പറ്റത്തില്ല. കാരണം അത് ആ ദ്വീപിന് അവകാശപ്പെട്ടതാണ്. അതിനെ കുറേയധികം ദൈവങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും എടുത്തോണ്ട് വരാനായിട്ട് പറ്റത്തില്ല. ഇതേ നേരം തന്നെ ചേട്ടനെ കാണിക്കുകയാണെങ്കിൽ ചേട്ടനും അതുപോലെ തന്നെ ഹന്നയും കൂടെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ പ്രണയത്തിലായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് കളിക്കുകയാണ്. വീണ്ടും നമ്മുടെ ആഷിനെ കാണിക്കുകയാണെങ്കിൽ മുത്തശ്ശനോട് ആഷ് ചോദിക്കും എങ്ങനെയാണ് ആ സ്വർണ്ണം അവിടെ വന്നതെന്ന്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കും. കുറച്ച് ആൾക്കാരാണെങ്കിൽ സ്വർണ്ണം എടുത്ത് ആ ഒരു ദ്വീപിൽ ചെന്ന് സ്വർണ്ണം ഒളിപ്പിച്ചു വെക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഇവരുടെ ഇടയിൽ തന്നെ കുശുമ്പും കുന്നായ്മയും കാണുമല്ലോ. ഒരാൾക്ക് മാത്രം സ്വർണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയുണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അടിയുണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ തന്നെ ആ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ആ പ്രതിമേനെ പോയി ഇവർ ശല്യം ചെയ്തു. ആ പ്രതിമേനെ താഴെ തട്ടിയിട്ടു. അങ്ങനെ പ്രേതം വരുന്ന നേരത്ത് ഈ ബുക്ക് എഴുതിയ, അതായത് ഈ ഡയറി എഴുതിയ ഒരാളൂടെ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഇത് കണ്ട് പേടിച്ചിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് താഴെ ചാടി. ഇപ്പൊ അകത്തുള്ള സ്വർണം കൊണ്ടുവച്ച ആൾക്കാരെ ആ ഒരു പ്രേതം കൊന്നു കളഞ്ഞു. ഇപ്പൊ ഈ വെള്ളത്തിൽ ചാടിയ ആളാണെങ്കിൽ വെള്ളത്തിലൂടെ ഒഴുകി കടൽ തീരത്ത് അടഞ്ഞു. മരണപ്പെടാനായിട്ട് കിടന്നതായിരുന്നു. അങ്ങനെ ഈ മുത്തശ്ശന്റെ മുത്തശ്ശനാണ് വന്ന് ഇയാളെ രക്ഷിച്ചത്. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഒരു മാലയും അതുപോലെ തന്നെ ഡയറിയും കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ ആഷിനോട് ഈ ഒരു കാര്യങ്ങൾ പറയാണ്. ആഷിനും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം മുത്തശ്ശൻ ചെയ്തതുപോലെ അവളും ആ സ്വർണം വേണ്ടാന്ന് വെച്ചില്ലേ. പിന്നീട് മുത്തശ്ശനൊക്കെ ഡിസ്ചാർജ് ആയതിനു ശേഷം, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം അമ്മ, ആഷ് അതുപോലെ തന്നെ ചേട്ടൻ വീട്ടിൽ വന്നിരുന്നിട്ട് അച്ഛന്റെ പഴയ വീഡിയോ ഒക്കെ ഇട്ട് കാണുകയാണ്. ഇവരുടെ കുടുംബ വീഡിയോ ഇല്ലേ, അതൊക്കെ കാണുമ്പോൾ മുത്തശ്ശൻ അങ്ങോട്ട് വരും. അങ്ങനെ ഇവര് 4 പേരും കൂടെ അവിടെ ഇരിക്കുമ്പോൾ അമ്മ ഒരു കാര്യം ചോദിക്കും. മക്കളോടാണ് ചോദിക്കുന്നത്. ഒന്നെങ്കിലും മുത്തശ്ശന്റെ കൂടെ ഇവർക്ക് ഇവിടെ ജീവിക്കാം, അവരുടെ ന്യൂയോർക്കിലെ വീടൊക്കെ വിറ്റിട്ട്, അല്ലെങ്കിൽ തിരിച്ച് മുത്തശ്ശനെയും കൊണ്ട് ന്യൂയോർക്കിൽ പോകാം. ഏത് വേണമെന്ന് ചോദിക്കുമ്പോൾ ആഷും ചേട്ടനും പറയുന്നത് നമുക്ക് ഇവിടെ നിൽക്കാം, ന്യൂയോർക്കിലെ വീട് വിൽക്കാന്നാണ്. എല്ലാവർക്കും ഇവിടെ താമസിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ ചേട്ടനും അതുപോലെ തന്നെ ഹന്നയും നല്ല രീതിയിൽ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ കാസ്പറും അതുപോലെ തന്നെ ആഷും വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇവരെ പ്രണയിക്കാൻ സമ്മതിക്കാതെ ശല്യപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇവരെല്ലാവരും നല്ല കുടുംബത്തോടെ നല്ല സന്തോഷത്തിൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്?
ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.